പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും യു ഡി എഫിനുമെതിരെ ആഞ്ഞടിച്ചായിരുന്നു പി വി അൻവറിന്റെ ഇന്നത്തെ വാർത്താ സമ്മേളനം. 4 മാസം മുൻപ് യു ഡി എഫ് പ്രവേശനത്തിന് കത്ത് നൽകിയിട്ടും തന്നെ നിരന്തരം അവഗണിച്ചു. പ്രതിപക്ഷ നേതാവ് വസ്ത്രാക്ഷേപം നടത്തി തന്നെ തെരുവിലേക്ക് വിട്ടു. കാല് പിടിക്കുമ്പോൾ മുഖത്ത് ചവിട്ടരുത് എന്നാണ് പി വി അൻവർ പറഞ്ഞത്. ആർ ശ്രീജിത്ത് നിലമ്പൂരിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം തുടരുന്നുണ്ട്. ശ്രീജിത്ത്, ഈ അൻവറിന്റെ യു ഡി എഫ് പ്രവേശനം എന്നത് ഒരു അടഞ്ഞ അധ്യായമാണ് എന്ന ഒരു ആശങ്കയോ ഭയമോ പി വി അൻവറിനെ അലട്ടുന്നുണ്ടോ? അങ്ങനൊരു സാഹചര്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധ്യത അൻവർ മുന്നിൽ കാണുന്നുണ്ടോ? ഇന്നത്തെ പ്രതികരണം പരിശോധിക്കുമ്പോൾ തീർച്ചയായും അത്തരം ചില ആശങ്കകളുടെ അടിസ്ഥാനത്തിലാണ് അൻവർ ഇത്തരം പ്രതികരണങ്ങൾ നടത്തുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിലല്ലാതെ തന്റെ പാർട്ടിയുടെയും തന്റെയും മുന്നണി പ്രവേശനം യു ഡി എഫിലേക്കുള്ള പ്രവേശനം സാധ്യമാകില്ല എന്ന് മനസ്സിലാക്കിയാണ് ആര്യാടൻ ഷൌക്കത്തിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച ഘട്ടത്തിൽ ചില കടുത്ത പ്രതികരണങ്ങൾ നടത്താൻ അൻവർ തയ്യാറായത്. ആ ഘട്ടത്തിൽ രാഷ്ട്രീയ സമ്മർദ്ദം മുറുക്കുക എന്ന ഒരു തന്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതികരണങ്ങൾ നടത്തിയതെങ്കിലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ അനുഭവ പരിചയത്തിന്റെ കുറവ് കൊണ്ടാകണം അതല്പം കടന്നുപോയി പരിധി വിടുകയും ചെയ്തു. അതോടുകൂടിയാണ് അദ്ദേഹത്തെ അസോസിയേറ്റ് മെമ്പറായി യു ഡി എഫുമായി സഹകരിപ്പിക്കാം, അതായത് RMP ഇപ്പോൾ KK രമ MLA ആയ RMP പാർട്ടിയെ ഇപ്പോൾ അസോസിയേറ്റ് മെമ്പറായാണ് യു ഡി എഫ് നേതൃത്വം സഹകരിപ്പിക്കുന്നത്. മുന്നണി യോഗങ്ങളിൽ അവർ പങ്കെടുക്കാറില്ലെങ്കിലും യു ഡി എഫിന്റെ ഭാഗമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇന്ന് അൻവറിന്റെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതുപോലെ കുന്നമംഗലത്തെ ഒരു പ്രവാസി സംഘടനയും ഇത്തരത്തിൽ അസോസിയേറ്റ് സംഘടനയായി യു ഡി എഫിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ അവർക്കാർക്കും യു ഡി എഫ് യോഗത്തിലേക്ക് ക്ഷണമോ പ്രവേശനമോ ഇല്ല, മറിച്ച് അവർ പുറത്തു നിന്ന് സഹകരിക്കുകയാണ്, പിന്തുണയ്ക്കുകയാണ് ചെയ്യുന്നത്. നേരത്തെ എൽ ഡി എഫിൽ INL അതുപോലെയായിരുന്നു. INL ഏതാണ്ട് 20 വർഷക്കാലത്തോളം മുന്നണിക്ക് പുറത്തു നിന്നാണ് എൽ ഡി എഫിന് പിന്തുണ കൊടുത്തത്. സമാനമായ ഒരു രീതിയാണ് ഇവിടെയും സ്വീകരിച്ചത്. എന്നാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എടുക്കുന്ന ഘട്ടത്തിൽ ആ തീരുമാനം പരസ്യമാക്കണമെന്നും ആ തീരുമാനം അനൗൺസ് ചെയ്യണമെന്നും ഈ പി വി അൻവർ ആഗ്രഹിച്ചു. അതിനുള്ള രാഷ്ട്രീയ സമ്മർദ്ദം എന്ന നിലയ്ക്കാണ് ആര്യാടൻ ഷൌക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കപ്പോൾ VS ജോയിയാണ് കൂടുതൽ ജനകീയൻ. കോൺഗ്രസിൽ ജനകീയരാണെങ്കിലും ഗോഡ്ഫാദർമാർ ഇല്ലാത്തവർക്ക് അധികം വളർച്ചയുണ്ടാകുന്നില്ല തുടങ്ങിയ പ്രതികരണങ്ങൾ അൻവർ നടത്തിയത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ യു ഡി എഫ് പ്രവേശനത്തിന് തടസ്സമുണ്ടോ എന്നുള്ള ഒരു ആശങ്കയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഈ പ്രതികരണങ്ങൾ നടത്തുന്നത്. മാത്രമല്ല വി ഡി സതീശനല്ല KC വേണുഗോപാൽ സംസാരിക്കട്ടെ എന്നാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ കോൺഗ്രസിനകത്ത് തന്നെ ഒരു അന്തഛിദ്രം ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ കോൺഗ്രസിനകത്ത് തന്നെ ഒരു പ്രശ്നമുണ്ടാക്കാൻ ഉതകുന്ന തരത്തിൽ അതിനുവേണ്ടി ലക്ഷ്യമിട്ടുള്ള ചില പ്രതികരണങ്ങൾ ഇപ്പോഴും അൻവർ നടത്തുന്നുണ്ട്. ഈ ഘട്ടത്തിൽ എങ്ങനെയാണ് പി വി അൻവറിനെ യു ഡി എഫുമായി സഹകരിപ്പിക്കേണ്ടത്, പുറത്തുനിന്ന് പിന്തുണയ്ക്കുന്നതിന് പോലും സഹകരിപ്പിക്കേണ്ടത് എങ്ങനെയാണ് എന്ന ചോദ്യമാണ് കോൺഗ്രസിലെ വലിയൊരു വിഭാഗം നേതാക്കൾ ഇപ്പോൾ ഉന്നയിക്കുന്നത്. KC വേണുഗോപാലിൽ പി വി അൻവർ പ്രതീക്ഷ അർപ്പിക്കുന്നതിന്റെ പിന്നിലുള്ള വികാരം എന്താണ്? അതായത് ഇപ്പോൾ അത് ഹൈക്കമാൻഡിന്റെ ഇടപെടൽ മൂലം ഈ യു ഡി എഫിലേക്ക് ഈ പി വി അൻവറിനെ എടുക്കാൻ നിർബന്ധിതരാകും എന്നാണോ അദ്ദേഹം കണക്ക് കൂട്ടുന്നത്? തൃണമൂൽ കോൺഗ്രസ് ആണ് പി വി അൻവറിന്റെ പാർട്ടി എന്നത് യഥാർത്ഥത്തിൽ കേരളത്തിൽ യു ഡി എഫിന്റെ ഭാഗമാകുന്നതിന് ദേശീയ തലത്തിൽ ഒരു തടസ്സമാകുന്നുണ്ടോ? കാരണം തൃണമൂലിനെ സഹകരിപ്പിക്കുക എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു വലിയ പ്രശ്നമായിരിക്കുമല്ലോ ദേശീയ തലത്തിൽ. തൃണമൂലിനെ മുന്നണിയുടെ ഭാഗമാക്കുക എന്ന കാര്യത്തിലും കോൺഗ്രസിന് ചില റിസർവേഷനുകളുണ്ട്. എന്നാൽ ദേശീയതലത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി തൃണമൂൽ അടക്കം പ്രവർത്തിക്കുന്നുണ്ട്. അത് BJPയെ എതിർക്കുക എന്ന ഒരു പൊതു രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമായാണ്. എന്നാൽ അതിനപ്പുറം കോൺഗ്രസിൽ നിന്ന് വിഘടിച്ചുപോയി പുതിയ പാർട്ടി ഉണ്ടാക്കിയ മമതാ ബാനർജിയുടെ തൃണമൂലുമായി എങ്ങനെ സഹകരിക്കും എന്ന ചോദ്യവും കോൺഗ്രസിന് മുന്നിലുണ്ട്. എന്നാൽ അതിനേക്കാൾ ഉപരി പി വി അൻവറിന്റെ രാഷ്ട്രീയ സമീപനങ്ങളും അദ്ദേഹത്തിന്റെ പരസ്യ പ്രതികരണങ്ങളുമുള്ള അതൃപ്തിയാണ് കോൺഗ്രസിനെ പെട്ടെന്നൊരു തീരുമാനമെടുക്കുന്നതിൽ പ്രകോട്ട് വലിക്കുന്ന പ്രധാന ഘടകം എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നേരത്തെ തന്നെ PC ജോർജിനെ എടുത്തൊരു അനുഭവം കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അന്ന് PC ജോർജിനെ യു ഡി എഫിന്റെ ഭാഗമായി സഹകരിപ്പിക്കുമ്പോൾ മുൻകൈയെടുത്തത് ഉമ്മൻചാണ്ടി അടക്കമുള്ള ആളുകളായിരുന്നു. പിന്നീട് അത് മുന്നണിക്കൊരു വലിയ തലവേദനയായി, ഉമ്മൻചാണ്ടിക്ക് തന്നെ തലവേദനയായി, KM മാണിക്ക് തന്നെ പ്രശ്നങ്ങളായി. KM മാണി അങ്ങനെ രാജിവെക്കുന്ന അവസ്ഥയിലേക്ക് വരുന്നു. അതേ സമാനമായ അവസ്ഥയായിരിക്കും ഇപ്പോൾ അൻവറിന് വേണ്ടി മധ്യസ്ഥം പറയാൻ വരുന്ന ലീഗ് നേതൃത്വം ഉണ്ടാവുക എന്ന തരത്തിലുള്ള അടക്കം പറച്ചിലുകളും കോൺഗ്രസ് ക്യാമ്പിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ പി വി അൻവറിന്റെ രാഷ്ട്രീയ സമീപനവും അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളിലെ പരിധിയില്ലായ്മയുമാണ് ഈ മുന്നണി പ്രവേശനത്തിലുള്ള പ്രധാനമായിട്ടുള്ള തടസ്സമായി നിൽക്കുന്നത്. എന്നാൽ തൃണമൂൽ എന്നുള്ള പാർട്ടിയുടെ ഭാഗമായതുകൊണ്ടാണ് അസോസിയേറ്റ് മെമ്പർഷിപ്പ് എന്ന നിലയ്ക്ക് പുറത്തുനിന്ന് സഹകരിപ്പിക്കാം എന്നൊരു സമീപനത്തിലേക്ക് UDF എത്തിയത്. ഇനിയും അക്കാര്യത്തിൽ എത്ര കണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന കാര്യം സംശയമാണ്. KC വേണുഗോപാൽ കേരളത്തിലെ കോൺഗ്രസിന്റെ അവസാന വാക്കായി AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് അൻവർ അത്തരമൊരു അഭിപ്രായം പറയുന്നത്. മാത്രമല്ല ഇന്ന് KC വേണുഗോപാൽ കോഴിക്കോട്ട് എത്തുന്നുണ്ട്. അദ്ദേഹത്തിന് 2 പ്രധാനപ്പെട്ട പരിപാടികൾ കോഴിക്കോട് മലപ്പുറം ജില്ലകളായി ഉണ്ട്. ഒന്ന് ഹൈവേ തകർന്ന കൂരിയാട് ഭാഗത്ത് അദ്ദേഹം ഉച്ചയ്ക്ക് ശേഷം സന്ദർശനം നടത്തും. അതിനുശേഷം വൈകുന്നേരം കോഴിക്കോട്ട് MP വീരേന്ദ്രകുമാറിന്റെ അനുസ്മരണ പരിപാടിയിലും അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോൾ ബംഗളൂരുവിലുള്ള KC വേണുഗോപാൽ ഒരുപക്ഷെ ഈ വിഷയത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കാനും സാധ്യതയുണ്ട്. GK. ശരി, ആർ ശ്രീജിത്താണ് നിലമ്പൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.